നമ്മുടെ കോമേഴ്സ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ കേസിൽ എല്ലാവർക്കും ഡൗട്ട് അടിക്കുന്ന ഒരു ഏരിയയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അവിടെ എസ്, ഇൻഡേസ്, ഗ്യാപ്പ്, IAS, IFRS കുറച്ച് കൺഫ്യൂസിങ് ഏരിയ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സിനായിട്ട് അത് ഫേവറേറ്റ് ഏരിയ ആണ്. സോ നമുക്ക് ആ പാർട്ട് ജസ്റ്റ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഓർത്ത് വയ്ക്കാനായിട്ട് ഒരു സിമ്പിൾ ടിപ്സിൽ നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അറിയാമായിരിക്കും അല്ലേ. അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഗൈഡ് ലൈൻസ് എന്ന് പറയാം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഗ്യാപ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഇതിൻ്റെ എല്ലാം ഫുൾ ഫോം നോക്കി വെക്കണം കേട്ടോ. നെറ്റ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ നോട്ട് അത് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ ഗ്യാപ്പ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഗ്യാപ്പ്. അപ്പോൾ ഈ നാഷണൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഒരു കൺട്രി നമ്മളുടെ ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യാണ്. അതായത് നാഷണൽ ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ്, ഇപ്പോൾ ഇന്ത്യ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നാഷണൽ അല്ലേ. അതുപോലെ US ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ US ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ US എക്വിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ ഡെവലപ്പ് ചെയ്തതാണ്. അവിടുത്തെ സ്റ്റാൻഡേർഡ്സ്, കൺസെപ്റ്റ്സിൻ്റെ ഒക്കെ ഡെഫിനിഷൻസും ഇൻഡസ്ട്രി റെഗുലേഷൻസും അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്പെസിഫിക് റൂൾസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് തന്നെയായിരുന്നു US ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നാഷണൽ ഗ്യാപ്പ്. അപ്പോൾ പിന്നെ ഈ ഇൻ്റർനാഷണൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റർനാഷണൽ ഗ്യാപ്പിലാണ് IAS വരുന്നത്. അതായത് ഇപ്പോൾ UK അതുപോലെ യൂറോപ്യൻ യൂണിയനത്തെ കുറച്ച് കൺട്രീസൊക്കെ ഫോളോ ചെയ്തതാണ് IAS. അപ്പോൾ ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് നോൺ ആസ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു ടിപ്പ് പറയാം. അതായത് ഈ ASൻ്റെ പുതിയ വേർഷനാണ് IND-AS, IASൻ്റെ പുതിയ വേർഷനാണ് IFRS, ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്.